بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. وعن أنس رضي الله عنه قال أنس رضي الله عنه مدركنا حديثا كان ابن لأبي طلحة رضي الله عنه يشتكي. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി രോഗിയായിരിക്കെ നല്ല രോഗം ബാധിച്ചു, കിടപ്പിലായി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ഉമ്മു സുലൈം. അനസ് റളിയല്ലാഹുവിന്റെ വാപ്പ ചെറുപ്പത്തിലേ മരണപ്പെട്ടു, യതീമായിട്ടാണ് വളർന്നത്. അപ്പം അനസ് റളിയല്ലാഹുവിന്റെ വാപ്പ മരണപ്പെട്ടതിന് ശേഷം ഉമ്മു സുലൈമിനെ വിവാഹം കഴിച്ചതാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു വളർന്നത് അബൂ തൽഹയുടെ വീട്ടിലാണ്. അപ്പൊ അബൂ തൽഹയുടെ ആ സംഭവം വിവരിക്കുകയാണ്. ആ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അവരിൽ അബൂ തൽഹക്ക് ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി രോഗം ബാധിച്ച് കിടപ്പിലായി. ഫഖറജ അബൂ തൽഹ ഫഖുബില അസ്സബി. ഒരു ദിവസം അബൂ തൽഹ ഏതൊരു ആവശ്യത്തിന് വീട്ടിൽ നിന്ന് പുറത്തുപോയി. ആ സമയത്ത് കുട്ടി മരണപ്പെട്ടു. ഫലമ്മ റജഅ അബൂ തൽഹ ഖാല മാ ഫഅല ഇബ്നി ഖാലത് ഉമ്മു സുലൈം ഹുവ അസ്കനു മാ കാൻ. അങ്ങനെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അബൂ തൽഹ ചോദിച്ചു, കുട്ടി എങ്ങനെയുണ്ട്? ഉമ്മു സുലൈം പറഞ്ഞു, ഹുവ അസ്കനു മാ കാൻ, ഉണ്ടായതിനേക്കാൾ നല്ല സുഖത്തിലുണ്ട്. ഇപ്പോൾ കാരണം കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്, വേദന അവർക്കില്ലാതായി. അങ്ങനെ فقربت إليه العشاء فتعشى ثم أصاب منها فلما فرغ قالت. അങ്ങനെ രാത്രി ഭക്ഷണം കഴിച്ചു. മരണപ്പെട്ട വിവരം മുസ്ലിം മറച്ചു വെച്ചു. അങ്ങനെ ثم أصاب منها, അങ്ങനെ അവര് ജിമാ ചെയ്തു. فلما فرغ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മുസ്ലിം റളിയല്ലാഹു അൻഹ പറഞ്ഞു, വാറൗ അസ്സബിയ, കുട്ടിയെ മറമാടണം, കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. അബൂ തൽഹ ആദ്യം ഒന്ന് പകച്ചുപോയെങ്കിലും മുസ്ലിം റളിയല്ലാഹു അൻഹയുടെ വാക്കുകളിൽ അദ്ദേഹം അത് അംഗീകരിച്ചു, ക്ഷമിക്കാൻ തയ്യാറായി. മുസ്ലിം റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്ക് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. മഹദി പറഞ്ഞു, അറഅയ്ത ലൗ അന്ന ഖൗമൻ അആറു ആരിയതഹും അഹ്ല ബൈത്തിൻ ഫതലബു ആരിയതഹും. അബൂ തൽഹ, ഒരു വീട്ടുകാര് മറ്റൊരു വീട്ടുകാർക്ക് ഒരു സാധനം വായ്പ കൊടുത്തു. അത് ആവശ്യം കഴിഞ്ഞപ്പോൾ അത് തിരിച്ചാവശ്യപ്പെട്ടു. അപ്പോൾ അത് കൊടുക്കണ്ടേ? അത് തടഞ്ഞു വെക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ അത് കൊടുക്കണം, അതൊരിക്കലും തടഞ്ഞു വെക്കാൻ കഴിയില്ല. അപ്പോൾ ആരാണ് തന്നത് അവർ ചോദിച്ചാൽ തിരിച്ചു കൊടുക്കണം ആവശ്യം കഴിഞ്ഞാൽ. അപ്പോൾ മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ താങ്കളുടെ മകന്റെ വിഷയത്തിൽ താങ്കൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാക്ഷിക്കണം. താങ്കളുടെ മകൻ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അവസാനം എല്ലാം കഴിഞ്ഞത്. അങ്ങനെ രാവിലെ ആയപ്പോൾ ഫലമ്മ അസ്ബഹ അബൂ തൽഹ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറഹു. രാവിലെ ആയപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു രാത്രി നടന്ന സംഭവങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു കൊടുത്തു. ഫഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅറസ്തും അല്ലൈല? ഖാല നഅം. നിങ്ങൾ ഇന്നലെ രാത്രി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതെ, നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഫഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലഹുമാ, അല്ലാഹുവേ അവർക്ക് രണ്ടാൾക്കും നീ ബർക്കത്ത് നൽകണം. അതാണ് തവക്കുൽ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു ബാക്കി അല്ലാഹുവിലേക്ക്, യാതൊരു ദുആ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അല്ലാഹു നീ അവർക്ക് ബർക്കത്ത് നൽകണമെന്ന് ദുആ ചെയ്തു. ഫവലദത് ഗുലാമൻ, അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു? ആ ബന്ധത്തിലൂടെ അവർക്കൊരു കുട്ടിയുണ്ടായി. ഫഖാല ലി അബൂ തൽഹ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, ഇഹ്മിൽഹു ഹത്താ തഅതിയ ബിഹി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബഅത മഅഹു ബിതമറാത്തിൻ. പ്രസവിച്ചപ്പോൾ ആ കുട്ടിയെ എടുത്തിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞു. അതിന്റെ കൂടെ കുറച്ച് കാരക്കകളും കൊടുത്തു, ഈത്തപ്പഴങ്ങളും കൊടുത്തു. فأخذه النبي صلى الله عليه وسلم فقال أمعه شيء؟ قالوا نعم تمرات. فأخذها النبي صلى الله عليه وسلم فمضغها ثم أخذها من فيه فجعلها في فيه الصبي. അനസ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ എടുത്ത് റസൂലിന്റെ അടുക്കലേക്ക് പോയി. അപ്പോൾ റസൂൽ ചോദിച്ചു, നിന്റെ കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും കുറച്ച് തമ്രാത്തുകൾ, ഈത്തപ്പഴങ്ങൾ, കാരക്കയുണ്ട്. റസൂൽ അതെടുത്തു, അത് വായിലിട്ട് കടിച്ച് ചമച്ചത് പദമാക്കിയിട്ട് പിന്നെ കുട്ടിയുടെ വായിലേക്ക് ചെറുങ്ങനെ വെച്ചു കൊടുത്തു. ثم حنكه وسماه عبد الله. പിന്നെ ആ മധുരം, ഈത്തപ്പഴത്തിന്റെ മധുരം വായിൽ തൊട്ട് കൊടുത്തു. എന്നിട്ട് അബ്ദുള്ള എന്ന് പേര് വെച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ബുഖാരിയുടെ റിവായത്തിലുണ്ട്, ഖാല ഇബ്നു ഉയൈന ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാറുകൾപ്പെട്ട ഒരു സഹാബി പറയുമായിരുന്നു, ഫറഅയ്തു 9 ഔലാദിൻ കുല്ലഹും ഖദ് ഖറഅ അൽ ഖുർആൻ. ആ അബ്ദുള്ളാക്ക്, അബൂ തൽഹയുടെ മകൻ അബ്ദുള്ള, ആ അബ്ദുള്ളാക്ക് 9 മക്കളുണ്ടായിരുന്നു. 9 മക്കളും ഖാരിഉൽ ഖുർആൻ, ഖുർആൻ പഠിച്ച ആൾക്കാരായിരുന്നു, ഹാഫിദുകളായിരുന്നു. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ അദ്വാന്റെ ബർക്കത്താണെന്ന് അൻസാറിൽപ്പെട്ട സഹാബി പറയുമായിരുന്നു. ഇതാണ് ഹദീസ്, അബൂ തൽഹയുടെ മകന്റെ മരണവുമായിട്ടുള്ള ഹദീസ്. ഇവിടെ ഇമാം നവവി റഹിമഹുല്ലാഹി ഹദീസ് ഈ ബാബിൽ, സബറിന്റെ ബാബിൽ കൊണ്ടുവന്നത് ആ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ കാണിച്ച ക്ഷമയാണ്. അബൂ തൽഹയോടും ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടു. അവർ രണ്ടാൾക്കാരും അവർക്ക് സംഭവിച്ച വലിയ ആ ഒരു പ്രശ്നത്തിൽ, ആ ബലായിൽ, മുസീബത്തിൽ അവർ രണ്ടാൾക്കാരും ക്ഷമിച്ചു. അതിന്റെ പ്രതിഫലമായിട്ട്
നല്ല കുട്ടികൾ അല്ലാഹു സന്താനങ്ങൾ അല്ലാഹു പകരം നൽകി എന്നുള്ളതാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.